പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എന്ന സ്ഥലത്ത് ഒരു എയർപോർട്ട് വരാനുള്ള സാധ്യത ഇപ്പോൾ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. നേരത്തെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലെ ഒരു വിമാനത്താവളം വരാനുള്ള സാധ്യതകൾ ഉണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങൾ വളരെ ശക്തമായി അതിനെതിരെ പ്രതിഷേധിക്കുകയും അതിന് കുറച്ച് കാരണങ്ങളും ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, അത് വ്യാപകമായിട്ട് വയൽ നികത്തി പല ജലാശയങ്ങളും നീരൊഴുക്കും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. മാത്രമല്ല സ്ഥലപരിമിതിയുണ്ട്. ഭാവിയിൽ വികസനം വന്നു കഴിഞ്ഞാൽ സ്ഥലപരിമിതിയുണ്ട്. ആറന്മുളയിലെ പല ആചാരങ്ങൾക്കും അത് തടസ്സമാകും എന്നൊരു വാദഗതിയും ഉണ്ടായിരുന്നു. എന്തായാലും ആ വിമാനത്താവളം സാക്ഷാത്കരിക്കപ്പെട്ടില്ല. അതിനുശേഷമാണ് ശബരിമലയുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൽ ഒരു വിമാനത്താവളം ഉണ്ടാകണം എന്നൊരു ചർച്ച വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് വളരെ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തു. സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടന്നു വരികയും അതിന് പ്രത്യേകിച്ച് ഒരു ടീമിനെ തന്നെ, റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഒരു ടീമിനെ തന്നെ നിയോഗിച്ച് അതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെയും ഒരു തടസ്സവാദം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ലാൻഡാണ്, ഗവൺമെൻറ് ലീസിന് കൊടുത്ത ലാൻഡാണ്. അങ്ങനെ ഗവൺമെൻറ് ലീസിന് കൊടുത്ത ഒരു ലാൻഡ് സർക്കാർ തന്നെ പണം കൊടുത്ത് വാങ്ങിക്കുന്ന ആ രീതി അതത്ര നല്ലതല്ല എന്നൊരു തോന്നൽ, കരുതൽ പല ഭാഗത്തുനിന്നുണ്ടായി. മാത്രമല്ല ഈ ചെറുവള്ളി എന്ന് പറയുന്ന സ്ഥലം ഇച്ചിരി ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ഡെസ്ക് ടോപ്പ് അല്ലെങ്കിൽ ടേബിൾ ടോപ്പ് വിമാനത്താവളം മാത്രമേ നിർമ്മിക്കാൻ കഴിയൂ. നമ്മുടെ മംഗലാപുരത്ത് വിമാനത്താവളം അങ്ങനെയാണ്. അങ്ങനെയുള്ള വിമാനത്താവളങ്ങളിൽ സാധാരണഗതിയിൽ മറ്റ് വിമാനത്താവളങ്ങളെക്കാൾ കൂടുതൽ അപകട സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ ആ വിഷയം ഏകദേശമൊക്കെ കെട്ടടങ്ങി വരികയാണ്. എന്നാൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ കൊടുമൺ എന്ന സ്ഥലം വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ വിഷയത്തിന്. കൊടുമണിൽ 2238 ഹെക്ടർ സ്ഥലമാണ് ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള കൊടുമൺ പ്ലാന്റേഷന് ഉള്ളത്. മാത്രമല്ല ഈ പ്രദേശത്ത് വലിയ ജൈവ വൈവിധ്യങ്ങളൊന്നുമില്ല. വലിയ തോടുകളോ അതുപോലെ തന്നെ നെൽപ്പാടങ്ങളോ ഒന്നുമില്ല. മുഴുവൻ സ്ഥലവും ഏകദേശം സമതലമായി കിടക്കുന്ന റബ്ബർ എസ്റ്റേറ്റാണ്. മാത്രമല്ല ഈ സ്ഥലത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഈ എസ്റ്റേറ്റിൻ്റെ കിഴക്ക് ഭാഗത്തൂടെ വളരെ നല്ല ആധുനിക നിലവാരത്തിലുള്ള റോഡാണ് പുനലൂർ മൂവാറ്റുപുഴ റോഡ്. മാത്രമല്ല ആ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പത്തനംതിട്ട ടൗൺ പോലും ടച്ച് ചെയ്യാതെ ശബരിമലയ്ക്ക് പോകാനുള്ള വഴിയുണ്ട്. ഈ പ്രദേശത്തിൻ്റെ തെക്ക് ഭാഗത്ത് കായംകുളം പുനലൂർ റോഡ്, അത് നല്ല മികച്ച നിലവാരത്തിലുള്ള റോഡാണ്. അതുപോലെ ഈ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏഴംകുളം കൈപ്പട്ടൂർ റോഡാണ്, അതും നല്ല ഉന്നത നിലവാരത്തിലുള്ള റോഡാണ്. അതുപോലെ വടക്ക് ഭാഗത്തൂടെ പകയാർ ചന്ദ്രപ്പള്ളി റോഡും. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഈ കൊടുമൺ. അവിടെ സ്ഥലം അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയങ്ങളും ഉണ്ടാകത്തില്ല. ഗവൺമെൻറ് ലാൻഡ് തന്നെയാണ്, ക്ലിയർ ഗവൺമെൻറ് ലാൻഡ് തന്നെയാണ്. മാത്രമല്ല 1238 ഹെക്ടർ സ്ഥലമുണ്ട്. ഭാവിയിൽ ഇതൊരു വലിയ വികസനത്തിലേക്ക് കൊണ്ടുപോകാനും സാധ്യതയുള്ളൊരു സ്ഥലമാണ് കൊടുമൺ. മാത്രമല്ല ഈ പ്രദേശത്ത് നിന്ന് വളരെ പെട്ടെന്ന് ജില്ലാ ആസ്ഥാനമായ പത്തനംതിട്ടയ്ക്ക് എത്താൻ കഴിയും. അതുപോലെ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായി വളർന്നു വരുന്ന അടൂരുമായിട്ട് വളരെ സമീപത്താണ്. മാത്രമല്ല ഈ മധ്യ തിരുവിതാംകൂറിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത്. അപ്പോൾ അവർക്ക് ഏറെ അനുഗ്രഹമായിട്ടുള്ള ഒരു സ്ഥലമാണ് കൊടുമൺ. ചെറുവള്ളി എസ്റ്റേറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലമാണ്. അവിടെ മഞ്ഞ് പലപ്പോഴും കാണപ്പെടാറുണ്ട്. അത് വിമാനങ്ങളുടെ ലാൻഡിങ്ങിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
എന്നാൽ ഈ പ്രദേശത്തെ കൊടുമൺ എന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. മാത്രമല്ല അവിടുത്തെ പ്രദേശവാസികൾ എല്ലാം തന്നെ ഇതിന് അനുകൂലമാണ് എന്നുമാണ് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ കൊടുമൺ എന്ന സ്ഥലത്ത് ഈ പുതിയ വിമാനത്താവളം സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസം. അതിനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.